കേരള ഗവൺമെൻറ്, പ്രത്യേകിച്ച് വ്യവസായ മന്ത്രി പി രാജീവ് വലിയ ആഘോഷത്തോടുകൂടി കേരള നിക്ഷേപ സംഗമം നടത്തി. അതിൻ്റെ കണക്ക് വരുന്നത് ഏകദേശം 1,00,000 കോടി 55,000 1.5 lakhs crore അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിലോട്ട് വരുന്നുണ്ട്. ഞാൻ കൃത്യമായിട്ടങ്ങ് പറയാം, ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ റോഡിൻ്റെ പദ്ധതിയൊക്കെ വരും. ബാക്കി ഒരാൾ പോലും, എനിക്ക് പല ബിസിനസ്സുകാരെ അറിയാം, ഒരാൾ പോലും കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്തില്ല. അവർക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ. ഞാൻ ചില തെളിവുകൾ പറയാം, നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്നിട്ട് നിങ്ങൾ അസസ് ചെയ്യുക ഈ കേരള ഗവൺമെൻറ്റും ഈ പി രാജീവും മുഖ്യമന്ത്രിയും ഒക്കെ പറയുന്നത് എത്രമാത്രം സത്യമാണ്, എന്താണ് ഗ്രൗണ്ടിൽ നടക്കുന്നത്. വലിയ കുട്ടി ആഘോഷിച്ചാണ് സ്മാർട്ട് സിറ്റി, ഇൻ്റർനെറ്റ് സിറ്റി, ദുബായ് ടീകോം. എന്താ ഉണ്ടായെന്നറിയാം? അതായത് കേരള ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വൃത്തികെട്ട പോളിസീസാണ് ഇത്രയും വന്ന് ഇൻവെസ്റ്റ് ചെയ്ത കമ്പനി, എല്ലാം തുടങ്ങാൻ പോയ കമ്പനി അവർ വിട്ടോടിപ്പോയി. സാബു ജേക്കബിൻ്റെ കാര്യം എടുക്കുക, അയാൾ മലയാളിയാണ്. അയാൾ ഇവിടെ നടത്താൻ പറ്റാഞ്ഞ്, അതുപോലെ സർവീസ് ഏറ്റവും കൂടുതൽ തൊഴിൽ കിട്ടുന്ന സംഭവം, ഇവിടുന്ന് തെലുങ്കാനയിൽ പോയി കമ്പനി വൻ ലാഭത്തിലോട്ടാണ് പോയിരിക്കുന്നത്. എനിക്കറിയുന്ന പേഴ്സണലി പരിചയമുള്ള പലരെയും, കാരണം ഞാൻ ആലുവായി താമസിച്ച സമയത്ത് NRIs ആണെങ്കിലും കേരളത്തിന് പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന പല ബിസിനസ്സുകാരെ എനിക്കറിയാം, മലയാളികളായിട്ടോ അല്ലാത്തവരൊക്കെ അറിയാം. ഒരാൾക്ക് പോലും കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പേടിയേ. കാരണം ഇവിടുത്തെ മിലിറ്റൻ്റ് ആയിട്ടുള്ള യൂണിയൻ, ഇവിടെ രാഷ്ട്രീയക്കാർ ഒന്നിനും സമ്മതിക്കില്ല. അതതിൻ്റെ കാര്യം. ഇതിനകത്ത് മേജർ പോളിസീസ് ഉണ്ട്, പ്രധാനപ്പെട്ട ചില പോളിസി. ആ പോളിസി മാറ്റാതെ, ഞാൻ കൃത്യമായിട്ട് പറയുന്നു, എന്നെ ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങളോടെല്ലാം പറയുന്നു, ഇത് വെറും PR ഗിമിക്സ്, തട്ടിപ്പ് മാത്രമാണ്. ഇവിടുത്തെ പത്രങ്ങൾക്കും ചാനലുകൾക്കും മറ്റുള്ളവർക്കൊക്കെ പരസ്യം കൊടുത്തു, അവർ വേണ്ടാത്ത കാര്യങ്ങൾ അതും ഇതൊക്കെ എഴുതി പിടിപ്പിച്ചു, ഇൻക്ലൂഡിങ് ശശി തരൂർ വരെ എഴുതി പിടിപ്പിച്ചു ലേഖനം. എന്താ യാഥാർത്ഥ്യം എന്താണെന്നറിയോ? എന്തുകൊണ്ടാണ് കേരളത്തിൽ വരാത്തത്? ഇവിടെ റിയൽ എസ്റ്റേറ്റ് പോലും ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാർക്ക് താല്പര്യമില്ല. അതായത് അപ്പാർട്ട്മെൻറ്റ് പണിത് വിൽക്കാനും വില്ല പണിത് വിൽക്കാനും പോലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയമാണ് ബേസിക്കലി. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഒരു അഡാനി ചിലപ്പോൾ ഡെവലപ്പ് ചെയ്തേക്കും, കാരണം അഡാനിയുടെ പോർട്ടുണ്ട്, അഡാനിക്ക് തിരുവനന്തപുരം എയർപോർട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിയുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ചിലപ്പം ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ അഡാനിക്കൊക്കെ അറിയാം കേരളത്തിൽ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്താൽ കൈ പൊള്ളുമെന്നറിയാം. കാരണം അഡാനിയുടെ ഒരു അഡ്വൈസറെ എനിക്കറിയാം. കാരണം ഇയാൾ പറഞ്ഞ് വളരെ പേടിച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത്, എപ്പോഴാണ് ഇത് കൈ പൊള്ളുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. എൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഈ ലെഫ്റ്റ് ഇടതുപക്ഷവും അതിന് ഇടതുപക്ഷത്തിൻ്റെ സെയിം സ്വഭാവം കേരളത്തിൽ കാണിക്കുന്ന കോൺഗ്രസ് പാർട്ടി, ഇവിടുത്തെ BJPക്കാർ പോലും സോഷ്യലിസ്റ്റ് രീതിയിലാണ് അവർ പെരുമാറ്റം. കേരളത്തിലെ, ഞാൻ ഇന്ത്യയിലെ BJPയുടെ കാര്യമല്ല പറയുന്നത്. എന്താ കാര്യം? തിരുവനന്തപുരം എയർപോർട്ട് പ്രൈവറ്റൈസ് ചെയ്യാൻ പോയി കഴിയുമ്പോൾ BMS ഭയങ്കര പ്രശ്നം, തിരുവനന്തപുരത്തുള്ള BJPക്കാർ വലിയ പ്രശ്നം. ഈ ബേസിക്കലി ഗവൺമെൻറ്റിൻ്റെ പല പോളിസീസ് ഉണ്ട്. അതായത് കേരള ഗവൺമെൻറ് CPMൻ്റെ പല പോളിസീസ് ഉണ്ട്. ഈ പോളിസിയെ പിന്തുണയ്ക്കുന്നത് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ പോളിസി, സോഷ്യലിസ്റ്റ് എക്കോണമി പോളിസി. അതിനെ ആ രീതിയിൽ പിന്തുണയ്ക്കുന്നതാണ് BMSൻ്റെ പോളിസി. പിന്നെ ആരെവിടെ കയറി ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഈ BMS കേരളം ഒഴികെ മറ്റുള്ള സ്റ്റേറ്റുകളിലെല്ലാം ഒരു റൈറ്റ് വിങ് പോളിസിയുടെ ഭാഗമാണ്. കേരളത്തിൽ മാത്രമാണ് ഈ സംഭവം. കാരണം കേരളത്തിലെ CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും എല്ലാവരുടെയും ഒരു സ്വഭാവം എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് എക്കോണമിയാണ്. കാരണം അങ്ങനെയാണ് കേരളത്തിലെ ആൾക്കാരുടെ DNA എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു മാടക്കട ഇടാൻ, ഒരു ചെറിയ ചായക്കട മാടക്കട ഇട്ടാൽ പോലും അതിൻ്റെ മേളിൽ പ്രശ്നം ഉണ്ടാക്കും. പിന്നെ കേരളത്തിൻ്റെ ബ്യൂറോക്രസി, ഏതെങ്കിലും ഇൻവെസ്റ്ററെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം, അതിന് ഭയങ്കര കൈക്കൂലി, അതിന് സപ്പോർട്ടായിട്ടുള്ളത് അവിടുത്തെ പൊളിറ്റീഷ്യൻസ്, യൂണിയൻകാർ. ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ആരെ ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നേ? ഗവൺമെൻറ് ഈ പറയുന്നത് ചുമ്മാ വെട്ടിയും തട്ടിയും മാത്രമാണ്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന, ഈ കേൾക്കുന്ന പല മലയാളികളുണ്ട്,
ഞാൻ നിങ്ങളോടും പറയുന്നൊരു കാര്യമാണ്, നിങ്ങളിവിടും വന്ന് ഇൻവെസ്റ്റ് ചെയ്യരുത്. കാരണം ഇൻവെസ്റ്റ് ചെയ്ത പല മലയാളികളായ എൻ്റെ സുഹൃത്തുക്കൾ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് പല കഥകൾ. ഒരാൾ പോലും സാറ്റിസ്ഫൈഡ് അല്ല. അവസാനം നിവൃത്തിയില്ലാഞ്ഞിട്ട് എങ്ങനെങ്കിലും വലിച്ചൂരിക്കൊണ്ട് പോകുന്നവരാണ്. ഇതിനകത്ത് പ്രധാനപ്പെട്ട പല പോളിസീസ് ഉണ്ട്. അത് ഗവൺമെൻറ് പൂർണ്ണമായിട്ടും അതിനെതിരെ നടപടിയെടുത്താൽ മാത്രമേ ആൾക്കാർ വരികയുള്ളൂ. ഒരു ഇൻവെസ്റ്റർ എന്ന് പറയുന്ന പരവധാന റെഡ് കാർപ്പറ്റ് ഇട്ട് അവരെ വെൽക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. കാരണം ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പണം കൊണ്ടുവരുന്നതാണ്, അവനത് തൂങ്ങിച്ചാവുന്ന രീതിയിലോട്ട് ആക്കിയാണ് കേരളത്തിലെ ഇന്നത്തെ ഇൻഡസ്ട്രിയൽ പോളിസി മുഴുവനും പോകുന്നത്. ഇവരീ പറയുന്നതൊക്കെ ചുമ്മാതെ പറയുന്നതാണ്. പോളിസി അത് ചേഞ്ച് ചെയ്തു, റേറ്റിംഗ്, ചുമ്മാതെ ഇതൊക്കെ. ഞാനിത് മുഴുവനും ഖണ്ഡിച്ചു തരാം. കാരണം ഞാൻ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട പല ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനൊന്നും റേറ്റിംഗ് മണ്ണാങ്കട്ടയൊന്നുമില്ല. പണ്ടൊരു പ്രൈവറ്റ് റേറ്റിംഗ് ഏജൻസി ചെയ്തത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റേറ്റിംഗും പരിപാടിയൊന്നുമില്ല. ഒരു സ്റ്റേറ്റിനെ താഴ്ത്തി കിട്ടാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തയ്യാറുമല്ല. ഇപ്പോൾ കേരളത്തെ തഴയുന്നു. എന്നിട്ടാണോ ഇവിടുത്തെ റോഡ് ഡെവലപ്മെൻറ്റ് വേണ്ടി ഇത്രായിരം കോടി ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തത്? ചുമ്മാ വായി തോന്നുന്ന വിളിച്ച് പറയുക. കേന്ദ്രവുമായിട്ട് നല്ല ബന്ധത്തിൽ പോകണം. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ സുപ്രീം കോടതി കേസ് കൊടുക്കും. എന്നിട്ട് കേസ് ജയിച്ചോ? ഇല്ല. സുപ്രീം കോടതി ചോദിച്ചതിന് ഉത്തരവില്ല. ഇതൊക്കെ ഇവിടുത്തെ ജനങ്ങളെ കബളിപ്പിക്കാൻ ഉണ്ടാക്കിയെടുക്കുന്ന പരിപാടികൾ മാത്രമാണ്. ഇതിനകത്ത് എൻ്റെ ഒരു മേജർ സജഷൻ എന്ന് പറയുന്നത്, എങ്ങനെയാണ് കേരളം മാറാൻ പറ്റുന്നത്? ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് കേരളത്തിൽ 2-3 വർഷക്കാലം ഇവിടുത്തെ ട്രേഡ് യൂണിയനെ സസ്പെൻഡ് ചെയ്യണം. ഒരു ആക്ടിവിറ്റീസും പാടില്ല 2-3 വർഷം. അതേപോലെ തന്നെ ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ യൂണിയൻ പ്രവർത്തനങ്ങൾ 3 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യണം. 3 വർഷത്തേക്ക് യൂണിയൻ പരിപാടി പാടില്ല. കാരണം മെസ്സേജാണ്, ഈ സന്ദേശം കൊടുക്കുകയാണ്. കാരണം അപ്പോഴാണ് ഇൻവെസ്റ്റേഴ്സൊക്കെ അത് ഗവൺമെൻറ്റിൻ്റെ പോസിറ്റീവായിട്ടുള്ള സ്റ്റെപ്പാണ്. അതേപോലെ വിദ്യാർത്ഥി രാഷ്ട്രീയം അതും ഒരു 3 വർഷത്തേക്കും ക്ലോസ് ചെയ്തേക്കണം. മറ്റുള്ള രാഷ്ട്രീയം നടക്കട്ടെ. അതായത് ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ യൂണിയനും ട്രേഡ് യൂണിയനും ഇതെല്ലാം ഒരു 3 കൊല്ലത്തേക്ക് സസ്പെൻഡ് ചെയ്യുമ്പോൾ കേരളം പ്രിജുവിനേറ്റ് ചെയ്യാൻ തുടങ്ങും. അതാണ് മേജർ പോളിസി ഡിസിഷൻ എന്ന് പറയുന്നത്. അതേപോലെ ബ്യൂറോക്രസി, അത് കാരണം എങ്ങനെയാണ് ബ്യൂറോക്രസി ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒറ്റ വഴിയേ ഉള്ളൂ. അതായത് ജീവനക്കാരുടെ യൂണിയൻ അത് 3 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവന് പേടിയായി, അവനെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അപ്പോൾ ട്രേഡ് യൂണിയനെ 3 വർഷം സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കറിയാം ട്രേഡ് യൂണിയൻ ഇല്ല. പിന്നെ അവർക്കും ഭയമായി. കാരണം ഈ നോക്കൂലി പരിപാടികളൊക്കെ കംപ്ലീറ്റ് ആയിട്ടങ്ങ് ഇല്ലാതായി പോകും. പിന്നീട് 3 വർഷം കഴിയുമ്പോൾ ഈ കേരളത്തിൽ ഇൻഡസ്ട്രി വരാൻ തുടങ്ങുമ്പോഴും പല ആക്ടിവിറ്റീസ്, എക്കണോമിക് ആക്ടിവിറ്റീസ് തുടങ്ങുമ്പോഴും ഇവരുടെ കുടുംബമൊക്കെ പറഞ്ഞു കൊടുക്കുക ഈ പരിപാടിക്ക് ഇനിയും പോകണ്ട. ഈ സംഭവത്തിൻ്റെ പിച്ച് മാറും. അതായത് ഞാൻ ഈ പറയുന്നതിൻ്റെ സംഭവം നിങ്ങൾ ഉൾക്കൊള്ളണം. കാരണം ഞാൻ ഈ പല ഇൻവെസ്റ്റേഴ്സുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാക്കിയെടുത്ത സംഭവമാണ് എങ്ങനെ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അതേപോലെ ഗവൺമെൻറ് വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെടരുത്. അത് വേണ്ടാത്ത റെഗുലേഷൻസ് കൊണ്ടുവരരുത്. അതായത് ഗവൺമെൻറ് എപ്പോഴും കേരളത്തിൻ്റെ എക്കോണമിയായി ബന്ധപ്പെട്ട് ഒരു ഫെസിലിറ്റേറ്റർ മാത്രമേ ആകാവൂ, റെഗുലേറ്റർ ആകരുത്. 2 വ്യത്യാസമാണ്. നിങ്ങൾ ഓരോ റെഗുലേഷൻ കൊണ്ടുവന്ന് കഴിയുമ്പോഴും ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സിനെ ഭയങ്കരമായിട്ട് അത് കയറി ബാധിക്കും. പിന്നെ ഗവൺമെൻറ് കൊടുക്കേണ്ട സന്ദേശമുണ്ട്. അതായത് KSRTC എന്ന് പറയുന്നത് പ്രൈവറ്റൈസ് ചെയ്തേക്കണം. ഒരു 5-6 സംഭവമായിട്ടത് മാറ്റിയിട്ട് പ്രൈവറ്റൈസ് ചെയ്ത് കഴിയുമ്പോൾ അത് എയർ ഇന്ത്യ പ്രൈവറ്റൈസ് ചെയ്ത് കഴിയുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റോട് സന്ദേശമുണ്ട്, വി ആർ റെഡി. അതാണ് സന്ദേശം. കാരണം ഇവിടുത്തെ ജനങ്ങളുടെ പണം കൊണ്ട് ഒരു ജോലിയും ചെയ്യാതെ അവന് തോന്നുന്ന രീതിയിൽ വണ്ടി ഓടിച്ച് ഇതേപോലെ ആക്സിഡൻറ്റും പരിപാടിയും നടത്തി ഒരു അക്കൗണ്ടബിലിറ്റി, റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത തൊഴിലാളി സംഭവമാണ് ഈ KSRTC, KSEB. ഈ 2 പിടിച്ചൊക്കെ പ്രൈവറ്റൈസ് ചെയ്യണം. ഗവൺമെൻറ് നടത്തേണ്ട സംഭവമൊന്നുമല്ല ഈ പറയുന്ന ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഇവിടെ അതിന് പറ്റിയ സംഭവം ആൾക്കാർ അതിനകത്ത് റെഗുലേഷൻ ചില പ്രൈവറ്റൈസ് ചെയ്യുമ്പോൾ ചിലരോട് പറയണം ഇന്ന റൂട്ടിൽ വണ്ടി ഓടിക്കണം, അവർക്ക് ഇളവ് കൊടുക്കണം.
അവിടെ ഗവൺമെൻറ് ഫെസിലിറ്റേറ്റ് ചെയ്യണം. അപ്പോഴെല്ലാ റൂട്ടിലും വണ്ടി ഓടും. പ്രൈവറ്റ് ആൾക്കാർ കൈകാര്യം ചെയ്യട്ടെ. KSEB എന്തിനാ ഗവൺമെൻറ് ചുമന്നെടുക്കേണ്ട ആവശ്യം? എന്ത് നയമാണ് ഗവൺമെൻറ് ഉണ്ടാക്കാൻ പറ്റുന്നത്? വില കൂട്ടുക, കുറയ്ക്കുക, വില കൂട്ടുക, വില കൂട്ടിക്കൊണ്ടിരിക്കുക. ഈ പറയുന്ന ലൈൻമാനായിട്ട് കയറുന്നതിൻ്റെയൊക്കെ സാലറി 75,000 1,50,000 രൂപയാണ്. ഇതിന് എനിക്ക് ഗവൺമെൻറ് എന്നോട് എന്നെ ഫെസിലിറ്റേറ്റ് ചെയ്യുക, നിങ്ങൾ സോളാർ വെച്ചോ, അതിൻ്റെ റെഗുലേഷൻസ് മാറ്റുക. അതാ പറഞ്ഞത്, അതായത് ഡീറെഗുലേഷൻസ് കൊണ്ടുവരിക, പെട്ടെന്ന് സോഫ്റ്റായിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു കൊടുക്കുക. അത് കഴിഞ്ഞ് KSEBയും KSRTCയും പ്രൈവറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ് കൊടുക്കുന്നൊരു മെസ്സേജുണ്ട്, ഞങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിന് തയ്യാറാണ്. അപ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കും. ഓക്കെ, ഈ ഘടകങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്ന ശേഷം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് നടത്തിയിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിക്കണം. കേന്ദ്ര ക്യാബിനറ്റ് ഒന്നുമല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ ഇരുന്ന് അനൗൺസ് ചെയ്യുകയാണ്. പല ഇൻഡസ്ട്രിയലിസ്റ്റിനോട് നേരിട്ട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നേരെ ഓടി വരും, അവർ ഇൻവെസ്റ്റ് ചെയ്യും. അല്ലാതെ മോദി വിരോധവും BJP വിരോധവും കൊണ്ട് ഗഡ്കരിയെയും ഒരു പീയൂഷ് ഗോയലിനെ ഒരു സ്റ്റേറ്റ് മിനിസ്റ്റർ അവരെയല്ല വിളിക്കേണ്ടത്, ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററെ വിളിക്കണം. അത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററെ വിളിച്ചു കഴിഞ്ഞ കാരണം ഇവന്മാർക്ക് ചൊറിയും. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയെ നയിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഒരു 100ഓളം ഇൻവെസ്റ്റേഴ്സിനെ വിളിച്ചിട്ട് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കൂ? 100% ചെയ്യും. ഇതൊക്കെയാണ് പൊട്ടത്തരം എന്ന് പറയുന്നത്. അതാണ് ഈ AKG ഭവനിലിരിക്കുന്ന നമ്മുടെ ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെ പുള്ളി ടെക്നോളജിയെ പറ്റിയൊക്കെ പറയുന്നത് ഞെട്ടിപ്പോയി സപ്പ. ഈ പറയുന്ന പിണറായി അദ്ദേഹത്തിന് കുന്തും അറിയത്തില്ല. രാജീവ് ബുദ്ധിജീവിയാന്ന് നയിക്കുന്നേ ഉള്ളൂ. ആ മനുഷ്യന് ബുദ്ധി എന്ന് പറഞ്ഞ സാധനമില്ല, അല്ലെങ്കിൽ യുക്തിയില്ല. ഈ പറയുന്ന മുഖ്യമന്ത്രിയെ കൊണ്ട് കൺവിൻസ് ചെയ്യണം, പ്രധാനമന്ത്രിയെ വിളിച്ച് ഈ സംഭവം ഉദ്ഘാടനം ചെയ്യണം. മുഖ്യമന്ത്രിയുടെ ബേസിക് എന്തുവാ, ബ്രാൻഡ് എന്തുവാ, സ്വയമേ പറയുന്ന പ്രത്യേക ശബ്ദം ഉണ്ടാക്കി ആൾക്കാരോടിപ്പോയി. മുഖ്യമന്ത്രിക്ക് എന്താണ് ബിസിനസ്, എന്താണ് എക്കോണമിനെ പറ്റി അറിയൂ? ഞാൻ എക്സ്പേർട്ടല്ല, ഞാൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കൊണ്ടുവന്ന്, ഇന്ത്യൻ ഫിനാൻസ് മിനിസ്റ്ററെ കൊണ്ടുവന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടുത്തെ മുഖ്യമന്ത്രിയെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. അപ്പോഴാണത് ബൂം ചെയ്യുന്ന. മറ്റുള്ള സ്റ്റേറ്റുകളാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സാണെങ്കിൽ ഗ്ലോബലായിട്ട് ഇത് ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങും. അവിടെയാണ് മാറ്റം ഉണ്ടാകുന്നത്. കേരളത്തിൽ പ്രോപ്പറായിട്ട് എഞ്ചിനീയറിംഗ് കോളേജ് പോലും ഇല്ല. കാരണം പല IT ഫേംസ് കേരളത്തിൽ റിക്രൂട്ട് അവർ പോലും ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ അവിടെ പിന്നെന്താ IT അവിടെ ഉണ്ടാകാൻ പോകുന്നത്? മനസ്സിലാക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് ഈ പരിപാടി നിങ്ങൾ ഈ പറയുന്ന സിമ്പിളൊന്നും അല്ല ഇത്. ഇതിൻ്റെ പുറകിൽ ഒത്തിരി പെയിനും ഹാർഡ് വർക്കും പോളിസീസും കൊണ്ടുവന്ന ശേഷം മാത്രമേ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ ഇത്രയും വർഷം നടന്ന ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഉണ്ട്. പല ആൾക്കാരും വാഗ്ദാനം സൈനിങ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ഇവരൊക്കെ അവിടെ പോയി. ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ എന്തുവാണ് സംഭവിച്ചത്? നിങ്ങൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നടന്ന ഈ ഇൻവെസ്റ്റേഴ്സ് മീറ്റും ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിൻ്റെ അകത്ത് എത്ര കോടിയുടെയാണ് വരാൻ അവർ സൈൻ ചെയ്ത്, എത്ര എണ്ണയാണ് വന്നത്? അപ്പം അതേപോലൊരു സംഭവം വരുന്നു എന്നല്ലാതെ ഇതിനകത്ത് യാതൊരു സംഭവമില്ല. ഗവൺമെൻറ് സിൻസിയർ ആണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ പറയുന്ന പോളിസീസിലാണ് ചേഞ്ച് ഉണ്ടാക്കേണ്ടത്. അതാണ് മേജർ പോളിസി. അത് യൂണിയൻ എന്ന് പറയുന്നത് 3 വർഷത്തേക്ക് ദൂരെ കളയുക. ട്രേഡ് യൂണിയൻ ഇല്ലാതാക്കുക 3 വർഷത്തേക്ക്. സർക്കാരിൻ്റെ ബ്യൂറോക്രസി അതിനകത്ത് യൂണിയൻ ഇല്ലാതാക്കുക. പിന്നീട് ഞാൻ ഈ പറയുന്നത് പ്രധാനപ്പെട്ട, കാരണം വെള്ളാനകളായ KSRTCയും KSEBയും പ്രൈവറ്റൈസ് ചെയ്യുക. എന്നിട്ട് ആൾക്കാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ സോളാർ വെക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അനുവാദം കൊടുക്കുക. അതായത് റെഗുലറൈസേഷൻ്റെ ഡീറെഗുലേറ്റ് ചെയ്യണം. നിയമങ്ങൾ പലതും മനുഷ്യനും പ്രശ്നമായിട്ട് വന്നു നിൽക്കുകയാണ്. അതായത് ഗവൺമെൻറ് എല്ലാം കൺട്രോൾ ചെയ്യുകയാണ്. ഇവിടെ മൂത്രപ്പുരയോ പോലും ഗവൺമെൻറ്റാണ് കൺട്രോൾ ചെയ്യുന്നത്. അതാണ് മാറ്റം. കാരണം ലോകത്ത് മുഴുവനും പറഞ്ഞ് നാശമായി പോയ കമ്മ്യൂണിസ്റ്റ് എക്കോണമി കേരളത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പം അതിന് ശരിക്കുമുള്ള മാറ്റം ഉണ്ടായില്ല എങ്കിൽ നിങ്ങൾ എന്ത് കുന്തം നടത്തിയാലും ഇവിടെ ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. കാരണം ഒരു കാര്യം മനസ്സിലാക്കുക, ശ്രീ പിണറായി വിജയനാണെങ്കിലും രാജീവാണെങ്കിലും നിങ്ങളുടെ മന്ത്രിമാരും നിങ്ങളും പറഞ്ഞാൽ കേരളത്തിൽ എത്ര പേര് വിശ്വാസമുണ്ട്? വിശ്വസിക്കുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞു. കാരണം നിങ്ങൾ കാണിക്കുന്ന മുഴുവനും തെറ്റുകളാണ്.
അപ്പം അതേപോലെ നിങ്ങൾ ഈ കറപ്ഷൻ്റെ കാര്യം പറയുന്നു. വീണ വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകള് ഇവിടെ കരിമണലുമായി ബന്ധപ്പെട്ട് കൈക്കൂലി വാങ്ങി. അതിന് മുഖ്യമന്ത്രി അതിനെപ്പറ്റി മിണ്ടുന്നേയില്ല. അതിൻ്റെ തെളിവ് ഉൾപ്പെടെയില്ലേ വന്നത്. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. കാരണം മേജർ മീഡിയേറ്റർ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വീടും മകളുമാണ്. അപ്പം മറ്റൊരു സംഭവമുണ്ട്, ഞാൻ പറയാത്തൊരു പ്രധാനപ്പെട്ടൊരു വേറെ പോയിന്റ് ഉണ്ട്. ഇപ്പോൾ ചില ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ കേരളവുമായിട്ട് ബന്ധപ്പെട്ട് ഹമാസിന് ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുത്തവരാണ് മലയാളികൾ, അതായത് മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ളവർ. അവിടെ ആരെങ്കിലും ബോധമുള്ളവൻ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുമോ? ഒരു കണ്ണൂർ ഒരു മലയാളി, അയാൾ ഇസ്രായേലിൻ്റെ പട്ടാളത്തിന് വേണ്ടി അയാൾക്ക് കോൺട്രാക്റ്റ് ഇട്ട് സാധനം കൊടുക്കുന്നു. മാറ് കിടന്നപ്പോൾ അയാളെ അറ്റാക്ക് ചെയ്യാൻ പോയായിരുന്നു. ഇപ്പം എന്ത് ബിസിനസ്സാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒരു ഭാഗത്തെ കമ്മ്യൂണിസം, അതേപോലെ തന്നെ ഇപ്പുറത്തെ റാഡിക്കൽ ഇസ്ലാം, ഹമാസും ഹിസ്ബുള്ള, അതേപോലെ ടെറർ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾ പറയുന്നത് ഇൻവെസ്റ്റേഴ്സിനെ വരാൻ ഓപ്പാ വരുന്നത്, ഒരുത്തം പോലും വരത്തില്ല. കറക്റ്റായിട്ട് ഞാൻ പറയാം, ഇതൊക്കെ ചുമ്മാ കാണിക്കുന്ന ഗിമ്മിക്സ് മാത്രമാണ്, അല്ലാതെ വേറൊന്നും ഇതിൻ്റെ അതൊരു കഥയും